തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി 2 വർഷം പിന്നിട്ട സമയം വരേക്കുമുള്ള ഐതിഹാസികമായ ചരിത്രത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ ഓടിച്ചുകൊണ്ട് പ്രവാചക ചരിത്രം ഇവിടെ ഇറക്കിയത്. അവശേഷിക്കുന്ന 8 വർഷക്കാലത്തെ സംഭവ ബഹുലമായ ജീവിതം 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുമായി സംവദിക്കുക എന്നത് തികച്ചും ഒരു സാഹസികമായ യജ്ഞമാണെന്ന് അറിയാം. എങ്കിലും സാധ്യമാകും വിധം ഈ വർഷങ്ങളിലൂടെയൊക്കെ ഒന്ന് തോണ്ടി തലോടി നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഖൈറുള്ളത് പറയാനും ജീവിതത്തിലേക്ക് പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബദർ അഹങ്കാരികളുടെ ശവപ്പറമ്പായി മാറിയപ്പോൾ തീർത്താൽ തീരാത്ത കുടിപ്പകയും വിദ്വേഷവും എതിരാളികളുടെ ഹൃദയത്തിൽ അഗ്നിപർവ്വതം പോലെ ഉരുണ്ടുകൂടുകയാണ്. പ്രതികാരം ചെയ്യാതെ ഇനി ഒരു ബന്ധവുമില്ല എന്ന് പലരുടെയും ഭാര്യമാർ പ്രതിജ്ഞ ചെയ്ത പശ്ചാത്തലം, കുളിക്കുകയില്ലെന്ന് നേർച്ചയാക്കിയവർ, ഇങ്ങനെ പലരുടെയും കടുത്ത സമ്മർദ്ദം കാരണം ഹിജ്റയുടെ 3-ാമത്തെ വർഷം മക്കയിൽ നിന്ന് ആസൂത്രിതമായ ഒരു പടയോട്ടം മുത്തുനബിയുടെ ശത്രുക്കൾ മദീനയിലേക്ക് നടത്തുകയാണ്. 3000 വരുന്ന പട്ടാളത്തെയാണ് ഇതിനു വേണ്ടി സജ്ജീകരിച്ചത്. ശരീരത്തിൽ ഏതു ആയുധം പ്രയോഗിച്ചാലും പോറലേൽക്കാത്ത വിധം ശരീരത്തെ മറക്കുന്ന 700 പടയങ്കികൾ ഈ പട്ടാളക്കാരുടെ കൈവശമുണ്ട്. ഇതിൽ 200 പേരും അശ്വഭടന്മാരാണ്, കുതിരപ്പടയാളികളാണ്. 3000-ലേറെ ഒട്ടകങ്ങൾ ഇവരോടൊപ്പം ഈ യാത്രയിൽ സംഗമിക്കുന്നുണ്ട്, അനുഗമിക്കുന്നുണ്ട്. ഇങ്ങനെ സർവായുധ വിഭൂഷിതരായ, കടുത്ത എതിർപ്പും വിദ്വേഷവും ഉള്ളിൽ സമാഹരിച്ച ഈ സംഘം അപ്രതീക്ഷിതമായാണ് മദീനയെ ലക്ഷ്യം വെച്ച് വരുന്ന വിവരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിലെത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിക്ക് നൽകിയ സ്വപ്ന ദർശനം അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുത്തുനബി സ്വഹാബത്തിനെ വിളിച്ചു ചേർത്ത് പറഞ്ഞിരുന്നു, നമ്മൾ ഈ എതിരാളികളെ നേരിടാൻ മദീന വിട്ട് പുറത്തേക്ക് പോകേണ്ടതില്ല, നമ്മൾ ഇവിടെ നിൽക്കുകയാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അഭിപ്രായം പറഞ്ഞു. എന്നാൽ ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ആളുകൾ ആവേശത്തോടെ നേരത്തെ ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ നൈരാശ്യം മനസ്സിലുള്ള പല പ്രമുഖരും പറഞ്ഞു, നബിയെ പറ്റില്ല, അന്ന് അപ്രതീക്ഷിതമായാണ് നമ്മളൊരു യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടത്, അതുകൊണ്ട് ബദറിൽ ഞങ്ങൾക്കാർക്കും പങ്കുകൊള്ളാൻ കഴിഞ്ഞില്ല, അതിനാൽ ഈ യുദ്ധവും നടക്കണം, ഞങ്ങൾക്ക് അവസരം കിട്ടണം എന്ന് അത്യാവേശത്തോടുകൂടെ പറഞ്ഞ് മദീനയിൽ നിന്നാൽ പോരാ, ശത്രുക്കളെ നേരിടാൻ അങ്ങോട്ട് ചെല്ലണം എന്ന് അവര് ആവേശത്തോടെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. പക്ഷേ അത് ഒരാപത്തിലേക്കുള്ള പോക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. എന്നാലും ഈ ദുനിയാവ് പരീക്ഷണത്തിന്റെ വേദിയാണ്. ഇത് സ്വർഗമല്ല, ഇത് നരകവും അല്ല. ഇവിടെ സന്തോഷവും ദുഃഖവും മാറി മാറി പരീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പാരത്രിക ലോകത്ത് സമുന്നത വിജയം ലഭിക്കാൻ
ആ പരീക്ഷണങ്ങൾക്ക് മനുഷ്യൻ വിധേയമാവണം. രക്തസാക്ഷിത്വം വരിക്കാൻ അവസരം വേണം. ഇതൊക്കെ മനസ്സിലാക്കിയ മുത്തുനബി ഇവരുടെ ഈ അഭിപ്രായത്തെ മാനിച്ച് ഉഹദ് താഴ്വരയിലേക്ക് മസ്ജിദുൻ നബവിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ 6 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന മദീനയിലെ ഏറ്റവും വലിയ മലയാണ് ഉഹദ് പർവ്വതം. ആ ഉഹദ് പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിന്റെ ഉള്ളിലായി മാത്രമേ മസ്ജിദുൻ നബവിയിൽ നിന്ന് അങ്ങോട്ട് ദൂരമുള്ളൂ. അവിടേക്ക് അള്ളാഹിന്റെ ഹബീബ് ഈ പ്രതിരോധത്തിനു വേണ്ടി ഇറങ്ങുകയാണ്. മുത്തുനബിയുടെ കൂടെ ആകെ ലഭ്യമായത് 1000 യോദ്ധാക്കളാണ്. ഏറെ ആയുധങ്ങളോ മറ്റേതെങ്കിലും സാമഗ്രികളോ ഒന്നും കയ്യിലില്ല. പ്രാർത്ഥന സിലാഹുൽ മുഅ്മിൻ, അതാണ് വിശ്വാസിയുടെ ആയുധം. ഏറ്റവും പ്രധാനപ്പെട്ട ആ ആയുധവുമായിട്ട് തന്നെയാണ് നബിതങ്ങൾ പോകുന്നത്. പക്ഷേ ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ട് മദീനയിൽ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ഔസും ഖസ്റജും യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു. നമുക്ക് ഇനിയും ഈ ജൂത വിഭാഗത്തിന്റെ എല്ലാ ആക്രമണങ്ങൾക്കും വിധേയരായി അവർക്ക് പലിശ കൊടുത്ത് ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. നമുക്ക് ഇങ്ങനെ പോയാൽ ഒന്ന് യോജിച്ച് നീങ്ങണം. അതിന് നമുക്കൊരു നായകൻ വേണം. ആ നേതാവായി അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ അവർ പറഞ്ഞു വെച്ചിരുന്നു. ആ സമയത്താണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിച്ചേരുന്നത് എന്നതുകൊണ്ട് അയാളെ നായകനാക്കി വാഴിക്കാൻ അവസരം കിട്ടാതെ പോയി. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് മുത്തുനബി തങ്ങളോട് തന്റെ സ്ഥാനം നബി കാരണമാണ് നഷ്ടപ്പെട്ടത് എന്നതിനാൽ കടുത്ത വിദ്വേഷവും പകയും ഉണ്ടായി. എന്നാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി അഭിനയിക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ പ്രവാചകനോട് കടുത്ത വെറുപ്പ് വെച്ച് പുലർത്തുകയും അവസരം കിട്ടുമ്പോഴെല്ലാം മുത്തുനബി തങ്ങളെ വിമർശിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ പതിവ്. അങ്ങനെ കപടന്മാരുടെ മുനാഫിഖീങ്ങളുടെ നേതാവായ ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഈ അവസരത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അയാൾ പറഞ്ഞു, നബിതങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മദീനയിൽ നിന്നാൽ മതി, നമ്മൾ ഉഹദിലേക്ക് പോകേണ്ടതില്ല. അയാൾ ഇത് പറയുന്നത് നബിയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. പിന്നെയോ അയാളെ നിയ്യത്ത് യുദ്ധത്തിലേക്ക് പോകാനുള്ള പേടിയാണ്. മറ്റുള്ള സ്വഹാബികൾ ആവേശം കൊണ്ട് പറഞ്ഞതാ, നബി തങ്ങളെ ധിക്കരിച്ച് പറഞ്ഞതല്ല. സംഗതി നബിയോടൊപ്പമാണ് പ്രത്യക്ഷത്തിൽ, എന്നാൽ ഉള്ളിലോ അദ്ദേഹത്തിന് യുദ്ധത്തെ പേടിയാ. സ്വഹാബത്ത് നബിയോട് എതിർത്തതല്ല, അവരുടെ ഈമാനിക ആവേശമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ തിരുപ്പൻ പണിയിൽ അകപ്പെട്ടുകൊണ്ട് 300 പേർ തെറ്റുദ്ധരിച്ച് വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുകയാണ്. അങ്ങനെ വെറും 700 പേരെയുമായി അല്ലാഹുവിന്റെ ഹബീബ് ഉഹദിലേക്ക് പുറപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപരമായി തന്റെ സൈന്യത്തെ വിന്യസിക്കുന്നു. ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുർ റുമാത്ത് എന്ന പേരിൽ ഇന്ന് നമ്മൾ അവിടെ കാണുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരുടെ മഖ്ബറയുടെ നേരെ മുൻഭാഗത്തുള്ള ചെറിയൊരു കുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിൽ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 വില്ലാളി വീരന്മാരെ നിർത്തി. അവരോട് നബി പറഞ്ഞു, മഴ വർഷിക്കും പോലെ ശത്രുക്കൾ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അമ്പെയ്തുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും ഞാൻ പ്രത്യേകം നിർദ്ദേശിക്കുന്നത് വരെ ആരും കുന്നിൽ നിന്ന് താഴെ ഇറങ്ങരുത്. ഈ നിർദ്ദേശം കൊടുത്ത് താഴ്വരയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മഹാന്മാരായ സ്വഹാബത്തിനെയും വിന്യസിച്ചു. എന്നാൽ ആദ്യം തന്നെ ശത്രുക്കൾ വന്ന് ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ ആദ്യത്തെ നീക്കത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് 11 പ്രമുഖർ നിലംപതിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ തിരിച്ചടിയേറ്റപ്പോ ഖുറൈശികളുടെ നായകൻ പറഞ്ഞു, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. അതുകൊണ്ട് അവര് നാനാഭാഗങ്ങളിലേക്ക് ചിതറിയോടുകയാണ് ശത്രുപക്ഷം. ആ ചിതറിയോടി പരാജയപ്പെട്ട് യുദ്ധക്കളം വിട്ടത് കണ്ടപ്പോൾ
കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന സ്വഹാബികൾ അവര് രണ്ടഭിപ്രായക്കാരായി. വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമ്മതം തരുന്നത് വരെ ഇറങ്ങരുത് എന്ന്. പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ആളുകൾക്ക് ഓടിപ്പോയ പശ്ചാത്തലത്തിൽ ഇനി ഇറങ്ങുന്നതിന് വിരോധമില്ല എന്ന് ഭൂരിപക്ഷ ആളുകളും ചിന്തിക്കുകയും 40 പേരും കുന്നിന്റെ താഴെ ഇറങ്ങി മഹാനായ അവരുടെ കമാൻഡറായ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹും 10 പേരും മാത്രം അവിടെ നിന്നു. ഇത് അന്ന് ശത്രുപക്ഷത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന അശ്വഭടനായിരുന്ന ഖാലിദ് ബിൻ വലീദ് ദൂരെ നിന്ന് നോക്കിക്കണ്ടു. ജബലുർ റുമാത്തിലുള്ളവരൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഉടനെ ആ കുന്നിന്റെ പിൻഭാഗത്തുകൂടെ കയറി വന്ന് അവിടെ ഉണ്ടായിരുന്ന 10 സ്വഹാബികളെയും കൊന്നുകളഞ്ഞു. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കുതിരയെ പായിപ്പിച്ച് അവർ നിരന്തരം കൊല നടത്തിക്കൊണ്ടിരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് പതറിപ്പോയി. എവിടെ നിന്നാണ് ഈ സേന വന്നതെന്നറിഞ്ഞില്ല. അങ്ങനെ പല ഭാഗത്തേക്കും ചിതറിയോടി. അള്ളാന്റെ ഹബീബിന് നേരെ ശത്രുക്കൾ വളഞ്ഞു. അവിടത്തേക്ക് നേരെ കല്ലെടുത്തെറിയുന്നു, അമ്പെയ്യുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഏതാനും സ്വഹാബികൾ മാത്രം, മഹാനായ ഖതാദ തങ്ങളെപ്പോലുള്ള ഏതാനും സ്വഹാബികൾ മാത്രം അവിടെ ഉണ്ട്. അല്ലാത്തവരൊക്കെ പല ഭാഗത്തേക്ക് ചിതറിയോടി. ആ ഇടക്കാണ് ഉഹദിലും നേരത്തെ ബദറിൽ പതാകവാഹകനായി മുന്നിൽ നിന്നിരുന്ന സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മെനിയാന്ന് നമ്മൾ ആ മഹാനെ കുറിച്ച് പഠിച്ചിരുന്നു. മുത്തുനബി മദീനയിലേക്ക് പ്രബോധകനായി അയച്ചിരുന്നത് മഹാനായ മിസ്അബ് തങ്ങളെയായിരുന്നു. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവാണ് ബദറിലേക്ക് പോകുമ്പം മുസ്ലിം പക്ഷത്തിന്റെ പതാക പിടിച്ചത്. ഉഹദിലേക്ക് പോകുമ്പോഴും മഹാനാണ്. മുത്തുനബിയുടെ അതേ മുഖഛായയുള്ള, നബിതങ്ങളെ അതേ മുഖഭാവമുള്ള ആ സ്വഹാബി അവിടെ കൊല ചെയ്യപ്പെട്ടപ്പോൾ കൊലയാളി വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. ഈ വാക്ക് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പരിഭ്രമമുണ്ടാക്കി. ഇത് കേട്ടതോടെ പലരും രംഗം വിട്ടു ഓടി. ചില ആളുകൾ, മറ്റു ചിലർ ഇനി നമ്മൾ എന്തിന് ജീവിക്കണമെന്ന് ആലോചിച്ച് ശത്രുപക്ഷത്തേക്ക് എടുത്തു ചാടി. റസൂലുള്ള വഫാത്തായതുപോലെ നമുക്കും മരിക്കാം. അങ്ങനെ 70ഓളം വരുന്ന മഹാന്മാർ, അവരെ കൂട്ടത്തിൽ മുത്തുനബിക്ക് ഏറ്റവും താങ്ങും തണലുമായി എപ്പോഴും അവിടത്തേക്കൊരു പിതാവിനെ പോലെ സാന്ത്വനം നൽകിയ പ്രിയപ്പെട്ട പിതൃവ്യൻ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനായ പ്രബോധകൻ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുണ്ട്. അങ്ങനെ 70 പ്രമുഖരായ നേതാക്കന്മാർ അവിടെ ഷഹീദായി വീണു. അള്ളാന്റെ ഹബീബിന്റെ തലക്ക് ഏറുകൊണ്ട് ചോര പൊട്ടി, പല്ലിന് ഏറുകൊണ്ട് പല്ലിന്റെ ഒരു കഷ്ണം പൊട്ടി താഴെ വീണു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിരലിന് വെട്ടുകൊണ്ട് ആ വിരൽ തുമ്പിൽ നിന്ന് ചോര ചീറ്റാൻ തുടങ്ങി. അവിടുന്ന് ദുഃഖത്തോടെ വിരൽ നോക്കി പറയുന്നു, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി അഫീ സബീലില്ലാഹി മാലഖീതി. അല്ലാഹുവിന്റെ മാർഗത്തിലല്ലേ വിരലേ നീ രക്തം പുരണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് അവിടുന്ന് സങ്കടത്തോടെ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ അവസാന വിജയം മുസ്ലിങ്ങൾക്ക് തന്നെ ഉണ്ടായി. മഹാന്മാരായ സ്വഹാബത്ത് ബാക്കിയുള്ളവരൊക്കെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തിരിച്ചു വിളിച്ച് രണ്ടാമത്തെ ഒരാക്രമണത്തിന് മുതിർന്നപ്പോൾ ശത്രുക്കൾ പിന്നീട് ചിതറിയോടുകയും ഉഹദ് യുദ്ധത്തിലും അവസാന വിജയം മുസ്ലിങ്ങൾക്കുണ്ടാകുകയും ചെയ്തു. ശത്രുപക്ഷത്ത് നിന്ന് 24 പേരും മുസ്ലിങ്ങളിൽ നിന്ന് 70 പേരുമാണ് കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ മുസ്ലിങ്ങളെ ആരെയും പിടിച്ച് തടവുകാരാക്കാൻ അവർക്ക് കഴിഞ്ഞതും ഇല്ല. ഈ യുദ്ധത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ദശക്കണക്കിന് ആയത്തുകൾ ഉഹദ് യുദ്ധത്തിലെ പരാജയം അല്ലെങ്കിൽ ഈ അപകടം സംഭവിച്ചതിനെ സംബന്ധിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അതിനേക്കാൾ നല്ലത് മറ്റൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നിയാലും നേതൃത്വം നിർദ്ദേശിച്ച കാര്യത്തെ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല.
ഇത് ഉഹദ് യുദ്ധത്തിന്റെ വലിയ പാഠമാണ്. മുത്തുനബി തങ്ങളാ പറഞ്ഞതെങ്ങാനും അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അല്ലാഹു പറയുന്നു, വലഖദ് സ്വദഖക്കുമുല്ലാഹു വഅദ ഇദ് തഹസ്സൂനഹും ബിഇദ്നിഹി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ. അല്ലാഹു അവൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാണ്. നേരത്തെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് റസൂലുള്ളാഹി ബോധ്യപ്പെടുത്തി തന്നു. ആരും യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടലല്ല ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾക്ക് മദീനയിൽ തന്നെ നിൽക്കാം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ അതിനെ നിങ്ങൾ നിരാകരിച്ച് നിങ്ങൾ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. മിൻകും മൻ യുരീദു ദുനിയാ, ആ സമയത്ത് നിങ്ങളെ കൂട്ടത്തിൽ ഭൗതികതയെ മോഹിച്ചവരുണ്ട്. ബദറിൽ നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഇവിടെയും കിട്ടുമെന്ന് ചിന്തിച്ചു വന്നവരുണ്ട്. വമിൻകും മൻ യുരീദുൽ ആഖിറ, ആഖിറം ലക്ഷ്യം വെച്ച് വന്നവരും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നിങ്ങൾ ആപത്തിലകപ്പെട്ടു. എന്നാൽ സുമ്മ സ്വറഫക്കും അൻഹും ലിയബ്തലിയക്കും, പിന്നെ അല്ലാഹു അവരിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കളഞ്ഞു, നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി. വലഖദ് അഫാ അൻകും വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, നിങ്ങളാ ചെയ്ത അപരാധം അല്ലാഹു മാപ്പാക്കിയിരിക്കുന്നു. മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന് വലിയ ഔദാര്യമാണ് എന്ന് അല്ലാഹു ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആനിലൂടെ ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വത്തെ സമ്പൂർണമായും അംഗീകരിക്കുക. നമ്മളെ എളിയ ബുദ്ധിയിൽ തോന്നുന്നതിനേക്കാൾ വലുതായിരിക്കും നേതൃത്വം തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ. ഇനി അതിലെന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ പോലും അല്ലാഹു ആരുടെ കൂടെയാണ് ഉണ്ടാകുക? ഒരു നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹത്തിന്റെ കൂടെയാണ്. വഫാത്തിന്റെ സമയത്ത് പോലും മുത്തുനബി പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ നേതൃത്വത്തെ അംഗീകരിക്കണം. അത് ഒരു നീഗ്രോ വംശജനായ അടിമയാണ് നിങ്ങളെ നേതാവായി നിയോഗിക്കപ്പെടുന്നതെങ്കിൽ പോലും അദ്ദേഹത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഉമ്മത്തിന് ഇസ്സത്തും അള്ളാഹുവിന്റെ സഹായവും സന്ദർഭവും ഉണ്ടാകുക. അങ്ങനെ ഒരുപാട് പാഠങ്ങളുള്ള ഒരു സംഭവമാണ് ഉഹദ് യുദ്ധം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊക്കെ കടന്നുപോയാൽ നമുക്കിപ്പോൾ സമയം ഉണ്ടാകൂല. ചെറിയൊരു സംഭവം ഞാൻ പറയട്ടെ. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ഉബയ്യ് ബിൻ ഖലഫ്, ഉമയ്യത്ത് ബിൻ ഖലഫ്, അദ്ദേഹത്തിന്റെ സഹോദരനായ ഉബയ്യ് ബിൻ ഖലഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചങ്ങാതി. ഇദ്ദേഹം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിക്കുന്ന കാലത്ത് ഒരു വലിയ കുതിരയെ പോറ്റാറുണ്ട്. അങ്ങനെ അതിന് നന്നായി തിന്നാൻ കൊടുക്കുക, അതിനങ്ങനെ കുളിപ്പിക്കുക, അതിനെ പരിചരിക്കുക, ഇതാ അവന്റെ പണി. മുത്തുനബി ഒരിക്കൽ അവൻ കുതിരയെ പരിചരിക്കുമ്പോൾ അതിൻ്റെ സമീപത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ റസൂലുള്ളാഹി തങ്ങളെ ഭീഷണിപ്പെടുത്തി, മുഹമ്മദേ, ഈ കുതിരപ്പുറത്ത് കയറി ഞാൻ നിന്നെ കൊല്ലും. മുത്തുനബിയോട് ഇങ്ങനെ ഭീഷണി പറഞ്ഞപ്പം ഉടനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചു പറഞ്ഞു, അനാ ഖതുലുക ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ നിന്നെ ആയിരിക്കും കൊല്ലല്. പക്ഷേ അയാൾക്കും അറിയാം ഉമയ്യത്ത് ബിൻ ഖലഫ് ഇന്നലെ പേടിച്ചല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ സ്വഹാബത്ത് നിങ്ങളെ കൊല്ലും. അത് ബദറിൽ അയാൾ കാഞ്ഞു പോയിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഉമയ്യത്തിനെ ബദറിൽ നിന്ന് മടങ്ങുമ്പം കൊന്നുകളഞ്ഞിട്ടുണ്ട്. കാരണം മഹാനവറുകളെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചൊക്കെ അയാളായിരുന്നു. അത് റസൂൽ അന്ന് പറഞ്ഞത് ബദറിൽ പുലർന്നു. അപ്പൊ ഇയാൾക്കും പേടിയാണ്. മുത്തുനബി അന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊല്ലും. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന നേരകത്ത് ഉബയ്യ് ബിൻ ഖലഫ് ഓടിച്ചെന്നുകൊണ്ട് പറയുന്നു, യാ മുഹമ്മദു മാ നജൗതു ഇൻ നജൗത, നീ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടൂല മുഹമ്മദേ, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുകയാണ് എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ അടുത്തേക്ക് ചാടിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ഒരു കുന്തം വാങ്ങിയിട്ട് തിരുനബി ഒരൊറ്റ ഏറു കൊടുത്തു. ഇവൻ ശരീരം മുഴുവനും പടയങ്കി ധരിച്ച ആളാ. ആകെ ഒഴിവുള്ളത് കണ്ണിന്റെ ഭാഗം മാത്രമാണ്. ആ കണ്ണിന്റെ പുരികത്തുമ്മലൊന്ന് തൊട്ട്
ഈ കുന്തങ്ങോട്ട് തെറിച്ചു. സുബ്ഹാനല്ലാഹ്, ഇവൻ നിലവിളിച്ച് കരയുകയാണ്, അട്ടഹസിച്ച് കരയുന്നു. ഖതലനീ മുഹമ്മദ്, ഖതലനീ മുഹമ്മദ്, മുഹമ്മദ് എന്നെ കൊന്നു, എന്നെ കൊന്നു. അപ്പൊ ഇവന്റെ ആളുകളൊക്കെ വിളിച്ച് എന്താ സംഭവിച്ചു എന്ന്. അപ്പൊ നോക്കുമ്പോൾ ചെറിയൊരു വര. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു, എന്താ ചെറിയ മക്കളെ മാതിരി കളിക്കുന്നത്, ഇത് ഒരപകടമേ അല്ല, ഒരു പോറൽ മാത്രല്ലേ ഏറ്റിട്ടുള്ളൂ. അപ്പൊ ഉമയ്യത്ത് പറഞ്ഞു, വേണ്ട, മുഹമ്മദ് എങ്ങാനും എന്റെ ശരീരത്തിലേക്കൊന്ന് തുപ്പിയാൽ അത് മതി ഞാൻ മരണപ്പെടാൻ. അയാൾക്ക് ഉറപ്പാ, റസൂലുള്ളാഹി അന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അയാള് ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ച് മരണപ്പെട്ടു. മുത്തുനബി കാരണമായി മരിക്കേണ്ടി വന്ന ഒരേ ഒരു ഹതഭാഗ്യൻ ഈ ദുഷിച്ച മനുഷ്യനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ ധാരാളം അവിടെ വെളിവായിട്ടുണ്ട്. അങ്ങനെ ഉഹദ് യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രമുഖർ വധിക്കപ്പെട്ടു. അത് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി. ഇവരുടെ വിധവകൾ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി. അവർക്ക് സംരക്ഷണം കൊടുക്കണം. അനാഥ മക്കൾ ഒരു വലിയ വിഷയമായി. അവർക്ക് സംരക്ഷണം നൽകണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇതിന് മാതൃക കാണിക്കാൻ തദ്ദേശീയരായ ചെറുപ്പക്കാരെയും കഴിവുള്ളവരെയും പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഭർത്താക്കന്മാർ വധിക്കപ്പെട്ടു പോയ സ്വഹാബി വനിതകളെ മഹാന്മാരായ സ്വഹാബത്ത് വിവാഹം ചെയ്യുന്നു. ഇസ്ലാമിൽ ഒരേ സമയത്ത് ഒന്നിലേറെ ഭാര്യന്മാരെ അനുവദിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വിധവകൾ പെരുകുമ്പോൾ അവർക്കൊരു ജീവിതം നൽകാൻ കഴിവും ശേഷിയുമുള്ള ഭർത്താക്കന്മാർക്ക് ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കാം. അതിൽ മാതൃക കാണിക്കാൻ മുത്തുനബിയും മുന്നോട്ട് വന്നു. ഇപ്പോൾ തിരുദൂതരുടെ കൂടെ 2 ഭാര്യമാരാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് സയ്യിദത്തുനാ സൗദ റളിയല്ലാഹു അൻഹ, ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. നുബുവത്തിന്റെ ഹിജ്റയുടെ 3-ാമത്തെ കൊല്ലം മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, അവരെ ഭർത്താവ് ഹുനൈസ് റളിയല്ലാഹു അൻഹു ഉഹദിൽ വധിക്കപ്പെട്ട സ്വഹാബിയാണ്. ഉമർ ഖത്താബ് തങ്ങൾക്ക് വലിയ വേദനയായി. എൻ്റെ മകളെ ഭർത്താവ് നഷ്ടപ്പെട്ടു, ആര് എൻ്റെ മകളെ വിവാഹം ചെയ്യും? പല വിധവകളെയും പ്രമുഖരായ പല സ്വഹാബികളും ഏറ്റെടുത്തു. ആ ഇടക്ക് സിദ്ദീഖ് തങ്ങൾ, മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സമീപിച്ചു. ചെറുപ്പക്കാരൊന്നും ഇനി ഏറെയില്ല, ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യാൻ കഴിവുള്ളവർ. അതുകൊണ്ട് മധ്യവയസ്കരെ തന്നെ സമീപിക്കുകയാണ്. അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എൻ്റെ മകൾ ഹഫ്സയുണ്ട്, നിങ്ങൾ വിവാഹം ചെയ്യുമോ? സിദ്ദീഖ് തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. പിന്നെ മഹാനായ ഉസ്മാൻ തങ്ങളെ സമീപിച്ചു, നിങ്ങൾ എൻ്റെ മകളെ വിവാഹം ചെയ്യുമോ? അദ്ദേഹവും പ്രതികരിച്ചില്ല. മഹാനായ ഉമർ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. എന്താണ് അവരൊന്നും പറയാത്തത്? ആ വേദന മുത്തുനബിയോട് പങ്കുവെക്കാൻ ചെന്നതാണ്. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ സിദ്ദീഖിനെയും സമീപിച്ചു, ഉസ്മാനെയും സമീപിച്ചു, എൻ്റെ മകള് വിധവയാണ്, അവളെ ഒന്ന് ഏറ്റെടുക്കുമോ? അവർ രണ്ടാളും ഒന്നും പ്രതികരിക്കുന്നില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളെ മകൾക്ക് ഖൈറായ ഒരു ഭർത്താവ് വേറെ കിട്ടണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് നിങ്ങളെ ഭാര്യയേക്കാൾ ഖൈറായ ഭാര്യയും ലഭിക്കണം. അപ്പോ ഉമർ ഖത്താബ് നിങ്ങൾ വലിയ ബുദ്ധിയുള്ള ആളല്ലേ? അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി, ഇത് ഞാൻ വലിയൊരു സൗഭാഗ്യവാനാകാൻ പോവാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെക്കാൾ ഖൈറുള്ള ഒരാൾ എന്ന് പറയണിപ്പോ ആരെന്നെ ഉള്ളൂ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് പ്രതികരിച്ചിട്ടുമില്ലല്ലോ. അപ്പൊ ആ പ്രതീക്ഷല റസൂലുള്ളാഹി നിറവേറ്റി കൊടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയുടെ 2-ാമത്തെ മകളെ കെട്ടിച്ചു കൊടുത്തു. അത് ഹഫ്സ ബീവിനാട്ടി മഹത്തുള്ള ഭാര്യയാണ്.